ഒരു തളിർ ഒലിവിലയുടെ ഒരു 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 നൈർമല്യവും അല്ലെങ്കിൽ ഒരു മാടപ്രാവിന്റെ പോലെ വെള്ള തൂമഞ്ഞ് പോലെ നമ്മളിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ വിശുദ്ധനായ ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തെ 3 തവണ റോമിൽ പോയി കാണാൻ അവസരം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഏറ്റവും വലുതായിട്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യമായി ഞാൻ കരുതുന്നത് അദ്ദേഹത്തോടൊപ്പം റോമിൽ നിന്നും മ്യാൻമറിലേക്കും ബംഗ്ലാദേശിലേക്കുമുള്ള ഒരാഴ്ച നീണ്ട യാത്രയിലുടനീളം അദ്ദേഹത്തിന്റെ പേപ്പൽ വിമാനത്തിലും പിന്നീടും അദ്ദേഹത്തിന്റെ യാത്രകളിൽ ഉടനീളം അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുവാനും അദ്ദേഹത്തെ അടുത്തറിയുവാനും അദ്ദേഹവുമായി അടുത്തിടപഴകുവാനും സംസാരിക്കുവാനും ഒക്കെ അവസരം തന്ന ദൈവത്തിന് അതൊരു വലിയ ദൈവാനുഗ്രഹമായി ഞാൻ കാണുകയാണ്. കാരണം അങ്ങനെ ഒരു ജീവിക്കുന്ന വിശുദ്ധനായാണ് ഞാൻ കാണുന്നത്. മനുഷ്യനിലാണ് ദൈവം എന്ന് യേശു ക്രിസ്തു പറഞ്ഞത് എത്രയൊക്കെ ശരിയാണെന്ന് തെളിയിച്ച ഒരു വലിയ മഹാനാണ്. ഒരുപക്ഷെ ലോകം കണ്ട ഏറ്റവും വലിയ മഹാന്മാരിൽ ഒരാളും കൂടിയാണ്. ഇതുവരെയുള്ള ചരിത്രത്തിലെ മാർപ്പാപ്പമാരിൽ പോലും ഏറ്റവും മഹനീയമായൊരു വ്യക്തിത്വം, വിശുദ്ധനാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അദ്ദേഹം ക്രൈസ്തവ വിശ്വാസങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു, അതിനകത്തും ജാതിയും മതവും ലിംഗവ്യത്യാസവും, അത് നമ്മൾക്ക് അറിയാവുന്നത് പോലെ തന്നെ കുറ്റവാളിയാണോ, അവര് സ്വവർഗാനുരാഗിയാണോ, അവര് തെറ്റ് ചെയ്തവരാണോ, ശരി ചെയ്തവരാണോ, എല്ലാവരിലും അവരെ നന്മയുടെ പാതയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയും ദൈവത്തിലേക്ക് ചേർത്ത് പിടിക്കുകയും മനുഷ്യനിലാണ് ദൈവം എന്ന് കണ്ടുപിടിച്ച മനുഷ്യന്റെ നന്മ, മനുഷ്യത്വത്തിന്റെ മാനവികതയുടെ ഏറ്റവും നല്ല മുഖങ്ങൾ. അപ്പോഴും അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം കത്തോലിക്കാ സഭയുടെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് ഒരിക്കൽ പോലും വ്യതിചലിച്ചിട്ടില്ല. വിശ്വാസ സത്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് എങ്ങനെയൊക്കെ ഈ സമൂഹത്തിന് നന്മ ചെയ്യാം, സമാധാനത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാം, പാവങ്ങൾക്ക് വേണ്ടി ഏറ്റവും ആവശ്യമുള്ളവർക്ക് വേണ്ടി. ഞാൻ അദ്ദേഹത്തോടുള്ള ഈ യാത്രയിൽ ഞാൻ അദ്ദേഹത്തിന്റെ ലാളിത്യം, അവിടെ മുതൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ, അദ്ദേഹത്തിന്റെ ഉറച്ച നിലപാടുകൾ, അതൊക്കെയാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് എന്ന് പറയാതിരിക്കാൻ പറ്റാം. ഞാൻ വലിയ ഒരു 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 ഭാഗ്യമായി കാണുക. സാധാരണഗതിയിൽ അതാത് രാജ്യം സന്ദർശിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അനുമതി കിട്ടുക. പക്ഷെ അന്ന് നമ്മുടെ കത്തോലിക്കാ സഭയുടെ സിറോ മലബാർ സഭയുടെ അധ്യക്ഷനായിരുന്ന ആലഞ്ചേരി പിതാവ് മുതൽ അന്ന് ബംഗ്ലാദേശിലെ ന്യൂൻഷിയോ ആയിരുന്ന ആർച്ച് ബിഷപ്പ് ജോർജ് കോച്ചേരി പിതാവ് മുതൽ ഉള്ളവരുടെ ഒരു പ്രത്യേക സഹായവും കൂടെ കൊണ്ടാണ് എനിക്ക് ഒരു ഇന്ത്യക്കാരൻ ആദ്യമായി മറ്റൊരു രാജ്യത്തേക്ക്, അതും മാർപ്പാപ്പയോടൊപ്പം സഞ്ചരിക്കുവാൻ. നമുക്കറിയാം, മാർപ്പാപ്പയുടെ അറേഞ്ച് ചെയ്യുന്ന കർദിനാൾമാർക്ക് പോലും, അല്ലെ കൂവക്കാട്ട് പിതാവിനോ പോലും, അല്ലെ നമ്മുടെ ആലഞ്ചേരി പിതാവിനോ ക്ലീബീസ് ബാവയ്ക്കോ തട്ടിൽ പിതാവിനോ ഒക്കെ പോലും ലഭിക്കാത്ത ഒരു ഭാഗ്യം. ഒരാഴ്ച അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ വിമാനത്തിൽ, അവിടെയാണ് അദ്ദേഹത്തെ കണ്ടുപിടിച്ചത്. ഞാൻ പ്രധാനമന്ത്രിയോടും രാഷ്ട്രപതിയോടും ഒപ്പം പല വിദേശ യാത്രകൾ പോയിട്ടുണ്ട്. അവിടെ പോലും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ പോലെ വളരെ നൈർമല്യമുള്ള ഒരു മനുഷ്യൻ കടന്നു വരുമ്പോൾ പോലും ഒരു 3 SPGക്കാര്, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകാർ കൂടെ ഉണ്ടാവും. പക്ഷെ ഈ മാർപ്പാപ്പ ഞങ്ങളെ കാണാനായിട്ട് റോമിൽ നിന്നും വിമാനം പറന്നിറങ്ങി, വിമാനത്തിന്റെ സീറ്റ് ബെൽറ്റ് സൈൻ ഓഫായി കുറച്ച് കഴിഞ്ഞപ്പം മാർപ്പാപ്പ വളരെ ഒരാളുടെ പോലും അനുകമ്പടിയില്ലാതെ അദ്ദേഹം ഇരുന്നിടത്തുനിന്ന് ഞങ്ങളുടെ അടുത്തേക്ക് കടന്നു വരികയാണ്. ഞാനൊക്കെ ഇരുന്നിടത്തുനിന്ന് ഇവിടെ വന്ന്, അപ്പോൾ ഓടി വന്ന് മത്തേവ് ബ്രൂണി എന്ന് പറയുന്ന മാധ്യമ സംഘത്തിന്റെ തലവൻ വന്ന് പറഞ്ഞു, ഇദ്ദേഹം ജോർജ് കളിവേൽ എന്ന് പറയുന്ന സീറോ മലബാർ കത്തോലിക്കാ സഭയുടെ ആഭിമുഖ്യത്തിലുള്ള ഒരു പത്രമാണ്. ആ പത്രത്തിന്റെ സീനിയർ ജേർണലിസ്റ്റ് ആണ് അദ്ദേഹം, മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ളത് എന്ന് മാർപ്പാപ്പയുടെ ഐ ലവ് ഇന്ത്യ എന്നാണ് അദ്ദേഹം ആദ്യമേ പറഞ്ഞത്. അപ്പോ കുറേ സമയം ഞാൻ അദ്ദേഹത്തെ ഒന്ന് തൊടണമെന്നാണ് ആഗ്രഹിച്ചത്. പക്ഷെ അദ്ദേഹം എന്നെ ആശ്ലേഷിക്കുകയായിരുന്നു, കെട്ടിപ്പിടിക്കുകയായിരുന്നു. അത് ആ നിമിഷം ഒരിക്കലും മറക്കാൻ കഴിയും. അപ്പോ കുറേ സമയം നിന്ന് വർത്തമാനം പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന 75ഓളം അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകരിൽ അവര് CNN-ഉം BBC-യും റോയിട്ടേഴ്സും പോലുള്ള വൻകിട മാധ്യമങ്ങള്, അവരുടെ പ്രതിനിധികള്, അവര് എല്ലാവരും ഇറ്റാലിയൻ അറിയും. ഞാൻ മാത്രമാണ് ഇറ്റാലിയൻ അറിയത്തില്ലാത്ത ഏക ആ മാധ്യമ സംഘത്തിലുണ്ടായിരുന്ന ആള്. അവർക്ക് എനിക്ക് വേണ്ടി ഇംഗ്ലീഷിൽ പ്രത്യേക ഒരു ബുക്ക് വരെ ഇറക്കേണ്ടി വന്നു. അപ്പോ മാർപ്പാപ്പയ്ക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയത്തുള്ളൂ. അദ്ദേഹത്തിന് ഇറ്റാലിയനും സ്പാനിഷും വളരെ നന്നായി അറിയാമെങ്കിലും ഇംഗ്ലീഷിൽ വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ കഴിയും. പക്ഷേ നമ്മൾ പറയുന്നതൊക്കെ മനസ്സിലാകും. അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളോട്
കൺവേഴ്സ് ചെയ്യാനും പറ്റും. അപ്പോ പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു ലാളിത്യവും ആ സ്നേഹവും, പ്രത്യേകിച്ച് ഇന്ത്യയോടുള്ള സ്നേഹം, അത് ഇന്ത്യയോടും നമ്മുടെ കേരളത്തിലെ കത്തോലിക്കരോടുമുള്ള വിശ്വാസം ഏറ്റവും അധികമുള്ളത് കത്തോലിക്കരായിട്ടുള്ള കേരളീയരായിട്ടുള്ളവരാണ്. അദ്ദേഹം അത് പിന്നീട് പറയുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം ഈ കെട്ടിപ്പിടിച്ചു, ഫോട്ടോ എടുത്തു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ പോയപ്പോൾ എനിക്കൊരു എൻ്റെ അമ്മയ്ക്ക് ഒരു കൊന്ത വെഞ്ചരിച്ച് കിട്ടണമെന്നൊരു ആഗ്രഹം പറഞ്ഞിരുന്നു. ഞാനപ്പം തിരിച്ച് അദ്ദേഹം അങ്ങോട്ട് നടക്കുകയാണ് ഫ്രണ്ടിലോട്ട്. അപ്പൊ ഞാൻ പോയി സെക്രട്ടറിയോട് ചോദിച്ചു എനിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞ ഓട്ടോഗ്രാഫ് അദ്ദേഹത്തോട്. അദ്ദേഹം പറഞ്ഞു, താങ്കൾ ചോദിച്ച ഒരു കുഴപ്പമില്ല. സന്ദർശനത്തിനായി ആകാംക്ഷയോടെ കാത്തിരുന്ന ഇന്ത്യൻ കത്തോലിക്ക സമൂഹത്തിൽ അദ്ദേഹം എനിക്ക് ഓട്ടോഗ്രാഫ് ഒപ്പിട്ട് തരുന്നു, കൊന്തകളൊക്കെ ആസ്വദിച്ചു തരുന്നു, എന്നെ ആസ്വദിക്കുന്നു. അപ്പൊ അവിടെ നിന്ന് മുതല് ഇങ്ങോട്ടുള്ള ഏറ്റവും എന്നെ ആകർഷിച്ച ഒരു കാര്യം, അന്ന് രോഹിംഗ്യൻ പ്രശ്നം മൂർധനത്തിൽ നിൽക്കുമ്പോഴാണ് മ്യാൻമറിലേക്ക് ഒരു മാർപ്പാപ്പ 2000 കൊല്ലത്തെ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പ മ്യാൻമർ സന്ദർശിക്കുക. നമുക്കറിയാം, പട്ടാള ഭരണത്തിലായിരുന്നു അന്ന് ഓങ് സാൻ സൂചി പ്രധാനമന്ത്രിയാണെങ്കിലും പട്ടാള ഭരണത്തിന്റെ ഒരു കൺട്രോളിലാണ് കാര്യങ്ങൾ അന്നും പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോ അങ്ങനെ ഒരു രാജ്യത്ത് ബുദ്ധമതത്തിന് ഭൂരിപക്ഷമുള്ള ഒരു രാജ്യത്ത്, മുസ്ലിം വേട്ട നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത്, വളരെ കുറച്ച് ക്രൈസ്തവരുള്ള ഒരു രാജ്യത്ത് ആണ് അദ്ദേഹം ആദ്യമായി സന്ദർശനം നടത്തുന്നത്. അവിടെ എത്തിയപ്പോഴും അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ ഒരു മാറ്റവും അദ്ദേഹം വരുത്തിയില്ലെന്ന് മാത്രമല്ല, രോഹിംഗ്യ അഭയാർത്ഥി ക്യാമ്പുകളിൽ അദ്ദേഹം പോകുകയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, അവരുടെ നീതിക്ക് വേണ്ടി, അവർക്ക് പീഡിപ്പിക്കുന്നതിനെതിരെ അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിൽ അദ്ദേഹം അവിടെ വെച്ചും പിന്നീടും സംസാരിച്ചു. അവിടെ മ്യാൻമർ അവിടെ വെച്ചും ബുദ്ധമത നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. അതെല്ലാം കഴിഞ്ഞ് ഈ മ്യാൻമറിലെ ഈ രോഹിംഗ്യ ക്യാമ്പുകളിൽ പോയി, നമ്മുടെ കത്തീഡ്രലുകളിൽ പോയി. നമ്മുടെ കത്തീഡ്രലിലെ പ്രാർത്ഥനയിൽ ഞാൻ ഇന്നും ഓർക്കുന്നു, അഭിമന്യ ജോർജ് ആലഞ്ചേരി പിതാവാണ് അവിടുത്തെ കത്തീഡ്രലിൽ നടത്തിയ പ്രസംഗത്തിന് മാർപ്പാപ്പയെ സ്വീകരിച്ചുകൊണ്ട് നടത്തിയ ആമുഖ പ്രസംഗം നടത്താൻ അദ്ദേഹത്തിനാണ് ഭാഗ്യം കിട്ടിയത്. ഇവിടുന്ന് നമ്മുടെ 2 പിതാക്കന്മാര്, ഓസ്വാൾഡ് ഗ്രേഷ്യസ് പിതാവും ടെലസ്ഫോർ ടോപ്പോ പിതാവും അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ആലഞ്ചേരി പിതാവും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ UAE സന്ദർശിക്കുമ്പോൾ സൗദി അറേബ്യയില് അബുദാബിയിലെ സന്ദർശന വേളയിലും ഞാൻ അവിടെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോ അദ്ദേഹത്തിന് കണ്ട പ്രത്യേകത എല്ലാ മതവും, ഗ്രാൻഡ് മോസ്ക്, മുസ്ലിങ്ങളായിക്കോട്ടെ, ബുദ്ധമതക്കാരായിക്കോട്ടെ, ഹിന്ദുക്കളായിക്കോട്ടെ, എല്ലാവരെയും ആ മതം നോക്കുന്നില്ല, ജാതി നോക്കുന്നില്ല, വർണ്ണം നോക്കുന്നില്ല, ലിംഗം നോക്കുന്നില്ല, അവരുടെ സ്വഭാവം നോക്കുന്നില്ല, എല്ലാവരെയും ദൈവത്തിന്റെ മക്കളായി കാണുവാനും ചേർത്ത് പിടിക്കുവാനും അദ്ദേഹം തയ്യാറായി. അപ്പോഴും അദ്ദേഹത്തിന്റെ, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ, അദ്ദേഹത്തിന്റെ കത്തോലിക്ക സഭയെ പഠിപ്പിക്കുന്ന അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളിൽ ഒരു നേരിയ വെള്ളം പോലും ചേർക്കാൻ അദ്ദേഹം തയ്യാറായി. ഉറച്ച വിശ്വാസിയായി നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ, അപ്പോഴും അദ്ദേഹം യേശുക്രിസ്തു എന്താണോ പഠിപ്പിച്ചത്, അവർക്ക് വേണ്ടി, പീഡിതർക്ക് വേണ്ടി, സമൂഹം തള്ളിയവർക്ക് വേണ്ടി, ഏറ്റവും വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടി, കരുണ അറിയിക്കുന്നവർക്ക് വേണ്ടി ഒക്കെ. അവിടെ ബംഗ്ലാദേശിലെത്തിയപ്പം മാർപ്പാപ്പയ്ക്ക് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് മദർ തെരേസയുടെ അഭയമന്ദിരത്തിലാണ്. പാവപ്പെട്ട, ഏറ്റവും അഭയാർത്ഥികളായിട്ടുള്ള പാവപ്പെട്ട കുട്ടികളെയും പ്രായമായവരെയൊക്കെ പരിപാലിക്കുന്ന കേന്ദ്രത്തിലാണ് അദ്ദേഹം കൂടുതൽ സമയം ചെലവഴിച്ചത്. അദ്ദേഹത്തിന്റെ ഒരു കാര്യം ഞാൻ ഇപ്പോഴും പ്രത്യേകം മറക്കാത്ത ഒരു കാര്യം, അദ്ദേഹം അന്ന് ബംഗ്ലാദേശിലെത്തിയപ്പോ നമ്മുടെ മലയാളി ആർച്ച് ബിഷപ്പായിരുന്നുള്ള നൂൻഷ്യോ ജോർജ് കോച്ചേരി പിതാവ്, അദ്ദേഹം മാർപ്പാപ്പയ്ക്ക് വേണ്ടി കിടക്കാൻ പ്രത്യേക മുറി അറേഞ്ച് ചെയ്തെങ്കിലും മാർപ്പാപ്പ വളരെ ലളിതമായ ഭക്ഷണമാണ് കഴിച്ചത്. അത് കഴിഞ്ഞ് മാർപ്പാപ്പ പറഞ്ഞു, കോച്ചേരി പിതാവിന്റെ മുറിയിൽ, അദ്ദേഹം കിടക്കുന്ന മുറിയിലേക്ക് പോയി പറഞ്ഞു, താങ്കൾ ഇവിടെയല്ല കിടക്കുന്നത്, ഞാൻ ഇവിടെ കിടന്നോളാം, വലിയ മുറിയൊന്നും എനിക്ക് ആവശ്യമില്ല. ആ ലാളിത്യം മാത്രമല്ല, അത് പ്രവൃത്തിയിൽ ഓരോ കാര്യത്തിലും അദ്ദേഹം അത് തെളിയിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളിൽ അദ്ദേഹം, നമുക്കറിയാം, ഹിസ് ഹോളിനെസ് എന്ന് പോലും പറയാൻ അനുവദിക്കില്ലായിരുന്നു. വെറുതെ എന്നെ പോപ്പ് ഫ്രാൻസിസ് എന്ന് മാത്രം വിളിച്ചാൽ മതി. വലിയ വസ്ത്രങ്ങളും തൊപ്പികളും ഒക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം എപ്പോഴും നമുക്കറിയാവുന്നതുപോലെ ഒന്നെങ്കിൽ തൂവെള്ള അല്ല ക്രീം കളറില് വളരെ ഏറ്റവും ലാളിത്യത്തോടുകൂടി എങ്ങനെയൊക്കെ ഏതൊക്കെ ഏറ്റവും പാവപ്പെട്ടവർക്ക് വേണ്ടി, ഏറ്റവും രോഗികളായിട്ടുള്ള, അശരണരായിട്ടുള്ളവർക്ക് വേണ്ടി, ആരൊക്കെയാണോ ദൈവത്തിന്റെ കരുണയ്ക്കായി കേഴുന്നത് അവരെ എല്ലാം ചേർത്ത് പിടിച്ച ഒരു ദൈവത്തിന്റെ സ്വന്തം പ്രതിപുരുഷനായ, വിശുദ്ധനായ, എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഞാൻ ജോൺ പോൾ 2 മാർപ്പാപ്പയുടെയും നേരിട്ട് അനുഗ്രഹം മേടിച്ചിട്ടുണ്ട്, അവിടെ പോയി കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്നെ തലേ കൈവച്ച അദ്ദേഹവും ഒരു വിശുദ്ധനായി മാറി. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയും വിശുദ്ധനായി മാറുമെന്ന കാര്യത്തിൽ എനിക്ക് ഒരു പറഞ്ഞാൽ തീരാത്ത അത്രയും അനുഭവങ്ങളാണ് അദ്ദേഹത്തോടൊപ്പം ഉള്ളത്. ഞാൻ ഇപ്പോൾ
ഞാൻ CBCIയുടെ ആഭിമുഖ്യത്തില്, ചാവറ കൾച്ചറൽ സെന്റർ ആഭിമുഖ്യത്തില് ഡൽഹിയിൽ നടത്തിയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അനുശോചന സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് വരികയാണ്. അവിടെയും നമുക്കറിയാം എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവര് അവിടെ എത്തി, വിവിധ എംബസികളിൽ നിന്നുള്ളവരെത്തി, വത്തിക്കാൻ എംബസിയിൽ നിന്നുള്ളവരെത്തി, അവരെല്ലാവരും വന്ന് നാളെ മുതൽ ഇവിടെ നമുക്കറിയാം രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അടക്കമുള്ളവർ അനുശോചിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ താങ്കൾ പറഞ്ഞ പോലെ JD വാൻസ്, ഒരു കത്തോലിക്കനായ JD വാൻസ് ആണ് മാർപ്പാപ്പയെ അവസാനം സന്ദർശിച്ച ലോക നേതാവ്, അമേരിക്കൻ വൈസ് പ്രസിഡന്റ്. അദ്ദേഹം അവിടെ കഴിഞ്ഞ് നേരെ വന്നത് ഇന്ത്യയിലേക്കാണ്. ഇന്ന് ഇന്ത്യയിലെത്തി, ഇവിടെ നമ്മുടെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹം ഇവിടെയുണ്ട് 2 ദിവസം. ഇനി മാർപ്പാപ്പായുടെ ഒരു നന്മ അത് കത്തോലിക്ക സഭയുടെ മാത്രം നഷ്ടമല്ല. അദ്ദേഹം ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ, അല്ലെങ്കിൽ ഏറ്റവും പ്രിയങ്കരനായ ഒരു മാർപ്പാപ്പ എന്നതിനപ്പുറത്ത് കിടന്ന് ലോകത്തിന്റെ സമാധാന നായകനും ലോക മാനവികതയുടെ പ്രതിബിംബവും അദ്ദേഹം, നമുക്ക് അറിയാവുന്നത് ഒരു വെള്ളി വെളിച്ചം പോലെ, ആകാശത്തെ തിളങ്ങുന്ന നക്ഷത്രം പോലെ ഈ ലോകത്തിന് വിശ്വാസം പകർന്നു നൽകുവാനും ലോകത്തിന് പ്രതീക്ഷ പകർന്നു നൽകുവാനും അവർക്ക് സമാധാനത്തിന് വേണ്ടി കേഴാനും യുദ്ധങ്ങൾക്കെതിരെ നിലപാടെടുക്കുവാനും ഒക്കെ കഴിഞ്ഞു. അദ്ദേഹത്തിന് എനിക്ക് ഏറ്റവും ഒരു സങ്കടമുള്ളത്, വിഷമമുള്ളത് അദ്ദേഹത്തിന് ഇന്ത്യയിൽ വരാൻ കഴിഞ്ഞില്ല എന്ന്. അദ്ദേഹം ഇതിനുവേണ്ടി പലതവണ ആഗ്രഹിച്ചിരുന്നു. 2017 ഈ 7 ദിവസ സന്ദർശനം കഴിഞ്ഞ് ധാക്കയിൽ നിന്ന് റോമിലേക്കുള്ള വിമാനത്തിനുള്ളിൽ വെച്ച് പത്രസമ്മേളനമുണ്ട്. ആ പത്രസമ്മേളനത്തിൽ ആദ്യത്തെ ചോദ്യം ചോദിക്കാനായിട്ട് എന്നെ അനുവദിച്ചു. അപ്പൊ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചത് ഇന്ത്യയിലേക്ക് വരാനായിട്ട് താങ്കളെ അഭിവന്യ വിശുദ്ധ മാർപ്പാപ്പയ്ക്ക് എന്നാണ് ഇനി കഴിയുക, അതേക്കുറിച്ചുള്ള എന്തെങ്കിലും പറയാൻ കഴിയുമോ, താങ്കൾ അതിനെ ആഗ്രഹിച്ചിരിക്കുന്നു. അപ്പൊ പറഞ്ഞു, I wanted to come to India എന്നായിരുന്നു ആദ്യം. എന്റെ ഈ സന്ദർശനം ഇന്ത്യയിലേക്കും ബംഗ്ലാദേശിലേക്കുമാണ് ഞാൻ ആദ്യമേ പ്ലാൻ ചെയ്തത്. പക്ഷെ പല കാരണങ്ങൾ, അദ്ദേഹം ആരെയും കുറ്റപ്പെടുത്തിയില്ല, പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. തീരുമാനം നീണ്ടുപോയത് കൊണ്ട് ഞാൻ മ്യാൻമറിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് മ്യാൻമറും ബംഗ്ലാദേശും. അല്ലെങ്കിൽ ഇന്ത്യയിൽ 2017 തന്നെ വരേണ്ടതാണ്. 2017 ഇന്ത്യയിൽ വരുന്നതിന് വേണ്ടി ഇന്ത്യ സർക്കാരിനോട് അനുമതി തേടിയിരുന്നു. ക്ഷണം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അനുമതി, ഇതിന്റെ സാങ്കേതികത്വങ്ങളെല്ലാം രാഷ്ട്രത്തലവനോട് അർഹിച്ച അദ്ദേഹത്തിന് ഇവിടെ സ്വീകരിക്കേണ്ടതുള്ളതുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് അനുമതിയോടുകൂടി മാത്രമേ ഇവിടെ വരാൻ കഴിയൂ. പക്ഷെ അത് എന്തുകൊണ്ടോ നീട്ടിക്കൊണ്ടുപോയി. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞു, എനിക്ക് പരസ്യമായ പറയുന്നു, എനിക്ക് ഇന്ത്യയിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് ദൈവനിയോഗം കൊണ്ടായിരിക്കാം ഇത്തവണ വരാൻ കഴിയാതിരുന്നത്, അടുത്ത വർഷമെങ്കിലും, അതായത് 2018 അന്ന് അദ്ദേഹത്തിന് 91 വയസ്സാകുന്നതേ ഉള്ളൂ. ഇപ്പൊ 81 വയസ്സാകുന്നതേ ഉള്ളൂ. 80 വയസ്സാണ് ഇപ്പോൾ. 7-8 വർഷം മുമ്പ് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളില്ല. അന്നാണെങ്കിൽ അദ്ദേഹം ഇന്ത്യയിൽ പറഞ്ഞു, എനിക്ക് I wanted to go to the south, central India, നോർത്ത് ഈസ്റ്റ് ഇന്ത്യ, വെസ്റ്റ് ഇന്ത്യ. അദ്ദേഹത്തിന് ഇന്ത്യയെ കുറിച്ച് വളരെ വലിയൊരു രാജ്യമാണ്. നിങ്ങൾ കേരളീയരടക്കമുള്ള കത്തോലിക്ക വിശ്വാസികളടക്കമുള്ള, എനിക്കറിയാമല്ലോ കേരളത്തിൽ പലയിടത്ത് പോകേണ്ടതുണ്ട്. അപ്പോ ഇതൊരു ഇന്ത്യയിലേക്ക് മാത്രമായ ഒരു യാത്രയ്ക്ക് അതിനുവേണ്ടി ആയിരിക്കാം ഒരു പക്ഷേ മാറ്റിവെച്ചത്. എനിക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ഞാൻ വരും, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ആ ഒരു കാര്യം നടക്കാതെ പോയി. ഇന്ത്യക്ക് മുകളിലൂടെ പറന്നു, ഇന്ത്യക്ക് തൊട്ടടുത്ത് ശ്രീലങ്കയിലെത്തി, ഇന്ത്യക്ക് തൊട്ടടുത്ത് UAE-യിലെത്തി, ഇന്ത്യക്ക് തൊട്ടടുത്ത് ബംഗ്ലാദേശിലെത്തി, മ്യാൻമറിലെത്തി. ഇന്ത്യയുടെ 4 ചുറ്റിലും വന്നിട്ടും അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് വരാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ പോയത് ഡൽഹിക്ക് മുകളിൽ കൂടിയാണ് മ്യാൻമറിലേക്ക് പോയത്. ബംഗ്ലാദേശിൽ നിന്ന് തിരിച്ച് റോമിലേക്ക് പോയതും ഡൽഹിക്ക് മുകളിൽ കൂടിയാണ്. പക്ഷേ ഈ ഡൽഹിയിൽ ഇറങ്ങാനുള്ള, ഇന്ത്യയിൽ വരാനുള്ള അദ്ദേഹത്തിന്റെ അദമ്യമായ ആഗ്രഹം, അത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അത് ഇവിടെ നിന്ന് ചെന്ന എല്ലാ കർദിനാൾമാരോടും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം വളരെ പരസ്യമായാണ് പത്രസമ്മേളനത്തിൽ പറയുന്നത്. ദേശീയ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് CNN-ഉം BBC-യും അടക്കമുള്ള, ഗാർഡിയനും പോലുള്ള, റോയിട്ടേഴ്സ് അടക്കമുള്ള ഏജൻസികളും അടക്കമുള്ള വമ്പൻ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം അത് റിപ്പോർട്ട് ചെയ്തതാണ്, ഇന്ത്യയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന കാര്യം. അത് അടുത്ത വർഷം എന്നാണ് പറഞ്ഞത്. 2017 നവംബർ അവസാനം മുതൽ ഡിസംബർ 2 വരെയായിരുന്നു ഈ യാത്ര. ആ യാത്രയിലെ ഓരോ നിമിഷവും എനിക്ക് ജീവിതത്തിലെ ഏറ്റവും പുണ്യ നിമിഷങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വിശുദ്ധയായ മദർ തെരേസയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. വിശുദ്ധനായ ജോൺ പോൾ 2 മാർപ്പാപ്പ എന്നെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ അഭിവന്യ പിതാവിനെ ആശ്ലേഷിച്ച് നേരിട്ട് പ്രാർത്ഥിച്ചു.
അത് പിന്നീട് ഞാൻ അവിടെ പോയി കണ്ടു. ചാവറയച്ചന്റെയും ദേവപ്രാസിയമ്മയുടെ ഒക്കെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിനും ഞാൻ റോമിലുണ്ടായിരുന്നു. അങ്ങനെ പലതവണ കാണാൻ കഴിഞ്ഞെങ്കിലും ഈ ഇതുപോലൊരു ദൈവത്തിന്റെ ജീവിക്കുന്ന മുഖം എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഭൂമിയിലേക്ക് അയച്ച ദൈവം അയച്ച ഒരു 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 വിശുദ്ധ ഏഞ്ചലാണ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രീ മാർപ്പാപ്പ പരിശുദ്ധ ജോൺ പോൾ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ മാർപ്പാപ്പയെ പറഞ്ഞ ആ സമാധാനവും എല്ലാവർക്കും കരുണയും സ്നേഹവും നൽകുന്ന അവർക്ക് ആശ്വാസവും നൽകുന്ന അങ്ങനെ ലോകം ആകെ മാറുവാനായിട്ട് ഇനിയും ബുദ്ധിമുട്ടുണ്ട്. കാരണം നമുക്കറിയാം, ലോകത്ത് യുദ്ധങ്ങൾക്കെതിരെ അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹം ആളുകളെ കൊല്ലുന്നതിനെതിരെ സംസാരിച്ചു. അത് തീവ്രവാദികളായാലും രാജ്യങ്ങളായാലും അതിനെയൊക്കെ അപലപിച്ചു. അത്തരമൊരു മാർപ്പാപ്പയെ ഇനിയും നമുക്ക് ലോകത്തിന് ഇതുപോലുള്ള കത്തോലിക്ക സഭയെ നേതൃത്വം നൽകുവാൻ ഇത്രയും പുണ്യാത്മാക്കൾ വരട്ടെ എന്ന് മാത്രമേ കഴിയുള്ളൂ. ഏതായാലും ഒരു നൂറ്റാണ്ടുകളോളം ലോക ജനതയുടെ മനസ്സുകളിൽ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ ജീവിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അദ്ദേഹത്തിന്റെ ആത്മാവിന് നമ്മൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളോടൊപ്പം കത്തോലിക്കരും അല്ലാത്തവരുമായ എല്ലാ വിശ്വാസികളോടൊപ്പം, വിശ്വാസികൾ അല്ലാത്തവർ പോലും മാർപ്പാപ്പയ്ക്ക് വേണ്ടി സംസാരിക്കും. അവരോടൊപ്പം ഞാനും ആ ദുഃഖത്തിലും അവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നു, പങ്കുചേരും. ഓക്കെ, തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞതുപോലെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ ഒരു നല്ല ഓർമ്മകൾ, അദ്ദേഹം എടുത്ത ആ നല്ല നിലപാടുകൾ അത് ലോകത്തിൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായുകയില്ല. അവസാനമായിട്ടൊരു ചോദ്യം കൂടി ശ്രീ ജോർജ് കള്ളിവേലിൽ, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ മുഖം നോക്കാതെ അദ്ദേഹം പറഞ്ഞ ഒരു വ്യക്തിത്വമല്ലേ? ഒരു ഉദാഹരണം എന്ന് പറയുന്നത് 2025 ഫെബ്രുവരി മാസം 25 ഈ റഷ്യ യുക്രൈൻ യുദ്ധമൊക്കെ ആരംഭിച്ച ആ ഒരു കാലഘട്ടത്തിൽ വത്തിക്കാനിലെ റഷ്യൻ എംബസിയിൽ നേരിട്ട് ചെന്നുകൊണ്ട് യുദ്ധത്തിനെതിരെയുള്ള അദ്ദേഹം തന്നെ പ്രതിഷേധം അറിയിക്കുന്നത്. പിന്നീട് തൊട്ടടുത്ത മാസം തന്നെ റഷ്യൻ പാത്രിയാർക്കീസിനെ വീഡിയോ കോൾ ചെയ്തുകൊണ്ട് പുടിനോട് യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടണമെന്ന് പറയുന്നു. മുഖം നോക്കാതെ, അത് പുടിന എന്ന വ്യത്യാസമില്ല, അല്ലെങ്കിൽ ട്രംപ് ആണ് എന്ന് നോക്കത്തില്ല, ആരായിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ വ്യക്തമായിട്ടുള്ള നിലപാടുകൾ സമാധാനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തന ശൈലിയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള നിലപാടുകൾ അദ്ദേഹം എന്നും അറിയിക്കുന്നതിൽ അദ്ദേഹം ഒരു സൂക്ഷ്മത പുലർത്തിയിരുന്നില്ലേ ശ്രീ ജോർജ് കള്ളിവേലിൽ? താങ്കൾ ജോജി പറഞ്ഞ വളരെ ശരിയാണ്. സൂക്ഷ്മത മാത്രമല്ല, അതിനുള്ള ധീരമായ നിലപാടുകൾ അദ്ദേഹം എടുത്തു എല്ലാ കാലത്തും. നമുക്കറിയാം, ഏറ്റവും അവസാനം JD വാൻസിനോട് പോലും അദ്ദേഹം അമേരിക്കയിലെ ട്രംപും ബേൺസും അധികാരത്തിലെത്തിയ ശേഷം അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കെതിരെ പരസ്യ വിമർശനമാണ് നടത്തി. പക്ഷെ അപ്പോഴും അദ്ദേഹത്തെ വെറുക്കുന്നില്ല. അദ്ദേഹം കാണാൻ അനുമതി ചോദിച്ചപ്പോൾ തീരെ വയ്യാഞ്ഞിട്ടും ഏറ്റവും ക്ഷീണമുള്ളപ്പോഴും അദ്ദേഹം ഏറ്റവും അവസാനം അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടന്നു. നമുക്കറിയാം, എവിടെ മനുഷ്യന് വേദന അനുഭവിക്കുന്നു, എവിടെ മനുഷ്യർക്കെതിരെ അനീതി നടക്കുന്നു, എവിടെ മനുഷ്യരെ യുദ്ധത്തിനെതിരെ, എല്ലാ യുദ്ധങ്ങൾക്കെതിരെ, അത് പലസ്തീനിലായാലും റഷ്യയിലായാലും യുക്രൈനിലായാലും എവിടെയൊക്കെയാണോ മനുഷ്യൻ, അതിന് ജാതിയും മതവും നോക്കിയില്ല, രാജ്യം നോക്കിയില്ല, മുഖം നോക്കിയില്ല, എവിടെയൊക്കെ അവർക്ക് ആശ്വാസം നൽകാനാവും, അവിടെയൊക്കെ അവർക്ക് സമാധാനത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ നിലപാടെടുക്കാൻ കഴിയും. അതിനുവേണ്ടി ഉറച്ച നിലപാട്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചോളെ, ഞാൻ പറഞ്ഞില്ലേ, പട്ടാള ഭരണകൂടത്തോട് പോലും മുഖത്ത് നോക്കി നിങ്ങൾ രോഹിംഗ്യൻ അഭയാർത്ഥികളെ പീഡിപ്പിക്കുന്നതിനെ നിർത്തണമെന്നും അതിനെ ഞാൻ അപലപിക്കുന്നു, ഇനി അത് ഉണ്ടാവരുതെന്നും പറയാനുള്ള തന്റെ ഇടം, ആ രാജ്യത്ത് എന്ന് പറയാനുള്ള തന്റെ ഇടം, അത് തന്റെ ഇടമല്ല, അതാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ ശക്തി, കരുത്ത്. അതാണ് ദൈവികമായ കരുത്ത്, ഇടപെടൽ. അവിടെ അതൊക്കെ ഈ ദൈവിക ശക്തികളെ നമുക്കറിയാം, അതിനെയൊക്കെ മറികടക്കുന്ന ദുഷ്ടശക്തികള്, പിശാചിന്റെ ശക്തികള് ലോകം മുഴുവനുണ്ട്. എല്ലാ കാലത്തും ഉണ്ടായിരുന്നു, യേശു ക്രിസ്തുവിന്റെ കാലത്ത് പോലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും ഇത്തരം ദുഷ്ടശക്തികളുണ്ട്. പക്ഷെ അതിനെതിരെ സമാധാനത്തിന് വേണ്ടി സാധാരണക്കാരനും വേദന അനുഭവിക്കുന്നവരും കരുണയറിയിക്കുന്നവർക്കും വേണ്ടി നിലകൊള്ളുവാനും അവരെ ചേർത്ത് പിടിക്കുവാനും അവരാണ് കത്തോലിക്കരും മാത്രമല്ല, അതാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചതെന്നും യേശുവിന്റെ യഥാർത്ഥ ശിഷ്യനായി നിന്നുകൊണ്ട് യേശുവിന്റെ വാക്യങ്ങള് യേശു പഠിപ്പിച്ചത് ലോകത്തിന് സ്വന്തം ജീവിതത്തിലൂടെ, അത് ലാളിത്യം മുതൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ വരെ. അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഭ്രൂണഹത്യക്കെതിരെ മുതൽ എത്രയോ അദ്ദേഹത്തിന്റെ നിലപാടുകൾ, അത് ക്രൈസ്തവികമായ നിലപാടുകൾ. ഒരു ഗർഭത്തിൽ ഒരു ദിവസം ഉടലെടുത്ത കുഞ്ഞിനെ പോലും കൊല്ലുന്നതിന് നമുക്ക് അനുവാദമില്ലെന്നും, ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ പോലും കൊല്ലാൻ ഈ ഭൂമുഖത്തിലെ ദൈവം ആർക്കും അനുവാദം നൽകിയിട്ടില്ല. അതിനെതിരെ
ശബ്ദിക്കുവാനും അത് ആരെയൊക്കെ പിണക്കിക്കൊണ്ടായാലും അതിനുവേണ്ടി എവിടെ ചെന്നാലും അദ്ദേഹം അറബ് രാജ്യത്ത് നിന്നും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. തീവ്രവാദത്തിനെതിരെയും യുദ്ധങ്ങൾക്കെതിരെയും അവിടെയും ഒക്കെ അദ്ദേഹം പറയുന്നത് അവരെയും ചേർത്ത് പിടിച്ചു. നമ്മള് ഭിന്നിച്ചു നിൽക്കാനുള്ളവരല്ല, സമൂഹത്തിൽ പരസ്പരം തമ്മിലടിക്കാനുള്ളവരല്ല. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് നന്മയിലേക്കാണ്. അതുകൊണ്ട് എന്തൊക്കെയാണോ യേശു ക്രിസ്തു അദ്ദേഹത്തിന്റെ നമ്മുടെ അദ്ദേഹത്തിന്റെ ദൈവമായിരുന്നു, നമ്മുടെ എല്ലാം ദൈവമായിട്ടുള്ള യേശു പഠിപ്പിച്ചത്, അദ്ദേഹത്തിന്റെ യഥാർത്ഥ ശിഷ്യനായി നിന്നുകൊണ്ട് ഒരു ഈശോസഭ, ഞാനൊരു ഈശോസഭ സ്കൂളിൽ പഠിച്ച ആളാണ്. അപ്പൊ ഒരു ഈശോസഭ വൈദികനായ, അതും നമുക്കറിയാമല്ലോ 1000 വർഷത്തിന് ശേഷമാണ് ഇറ്റലിക്ക് പുറത്ത് അല്ലെ യൂറോപ്പിന് പുറത്തുനിന്ന് ഒരു ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ഒരു മാർപ്പാപ്പ ഉണ്ടാവും. അത് അത്തരത്തിലൊരു മാർപ്പാപ്പ, അത് ഈശോ സഭയിൽ നിന്ന് തന്നെ ഏറ്റവും പ്രധാനം. ഈ മാർപ്പാപ്പയെ ഇപ്പോൾ വളരെ അത് ലോകത്തിന് മുന്നിൽ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പടമാണ്. ഞാനതാണ് കുറച്ചു മുമ്പ് പറഞ്ഞത്. ചാവറ കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഡൽഹിയിൽ നടത്തിയ അനുശോചന സമ്മേളനത്തിലും അത് അവിടെ എല്ലാവരും അനുസ്മരിച്ച ഇതൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് അടുത്തതായി പറയാനുള്ള കണ്ണഞ്ചിറ അച്ഛന്റെ നേതൃത്വത്തിലാണ് ആ അനുശോചന സമ്മേളനം സംഘടിപ്പിച്ചത്. അവിടെ അതൊക്കെ നൽകുന്നത് അദ്ദേഹത്തിന് വേണ്ടി എല്ലാ മതസമുദായങ്ങളും ഒരുപോലെയാണ് അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചത്. അതാണ് മാർപ്പാപ്പ, ലോകത്തെ ഏറ്റവും സ്വീകാര്യനായ, ലോകത്തിന് ഇനിയും അത്തരത്തിൽ സ്വീകാര്യതയുള്ള ഒരു മാർപ്പാപ്പ ലഭിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയൂ.